നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ ഏത് തരം സ്റ്റോക്സിൽ ഏത് തരം മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? അതുകൂടാതെ ഗോൾഡിലോ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് അത് ശരിക്കും ഹലാൽ ഇൻവെസ്റ്റിംഗ് ആയി മാറുക? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മുസ്ലിംസിന്റെ ശരിയ ലോ പ്രകാരം അലൗഡ് ആയിട്ടുള്ള അനുവദനീയമായിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഹലാൽ ഇൻവെസ്റ്റിംഗ് എന്ന് വിളിക്കുക. മുസ്ലിം ലോ പ്രകാരം നിങ്ങൾ ഹലാൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് അലൗഡ് ആണ്. എന്നാൽ അതല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് അലൗഡ് അല്ല. ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് ഹലാലാണോ എന്നുള്ള കാര്യം ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് കാര്യമാണ് ആ ഒരു അസറ്റ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്നുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, FDയിൽ നിങ്ങൾ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വർഷവും ഇങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ആ ഇൻട്രസ്റ്റ് ആക്ച്വലി അലൗഡ് അല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ FD ആയിക്കോട്ടെ, സേവിങ്സ് അക്കൗണ്ട് ആയിക്കോട്ടെ, അതിൽ വരുന്ന ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ആൻഡ് ഈവൻ ബോണ്ടുകളിൽ കമ്പനീസിൻ്റെ ഗവൺമെൻറ് ബോണ്ട് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, അതൊന്നും ഹലാൽ അല്ലാത്തതുകൊണ്ട് തന്നെ അത് ഹലാൽ ഇൻവെസ്റ്റിംഗിൽ പെടുന്നതല്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് വശം. രണ്ടാമത്തെ വശം വരുന്നത് ഹറാം ആയിട്ടുള്ള കുറച്ച് സെക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ, ഗാംബ്ലിംഗ്, പോർക്ക്, ടൊബാക്കോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന സ്റ്റോക്സോ കമ്പനീസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ അത് മുസ്ലിം ലോ പ്രകാരം ഹലാൽ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ല. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഹലാലാണോ ഹറാമാണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കണമെങ്കിൽ ഈ രണ്ട് ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒന്ന്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടോ? അങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഹലാലല്ല. രണ്ടാമത്തെ കാര്യം, ഈ സെക്ടേഴ്സിലോ ഇത് സംബന്ധമായുള്ള കാര്യങ്ങളിലോ ഡീലോ ട്രേഡോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഹലാലല്ല. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് ഇന്ത്യയിൽ മുസ്ലിംസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഹലാൽ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഹലോ എവരിവൺ. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കാര്യം, നിങ്ങൾ ഡയറക്റ്റ് സ്റ്റോക്സ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്സും വാങ്ങാൻ പറ്റുമോ? ഒബ്വിയസ്ലി ഇല്ല. അവിടെ ബാങ്കിങ് സംബന്ധമായിട്ടുള്ള സ്റ്റോക്സ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല. കാരണം ആ ബാങ്കിങ് സ്റ്റോക്സ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഇൻട്രസ്റ്റ് വാങ്ങിച്ചിട്ടാണ്. അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ ലോൺ കൊടുത്ത് ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന ഇൻട്രസ്റ്റ് അഥവാ EMI വെച്ചിട്ടാണ് അവർ ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അങ്ങനത്തെ ബാങ്കിങ് കമ്പനീസ് ഹലാലല്ല. അതുകൂടാതെ ആൽക്കഹോളും ടൊബാക്കോ ഒക്കെ സെല്ല് ചെയ്യുന്ന അതുപോലത്തെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വേറെ പല കമ്പനീസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. അങ്ങനത്തെ കമ്പനീസിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിലൊന്നും പെടാത്ത ശരിയാ കംപ്ലയൻ്റ് ആയിട്ടുള്ള കുറച്ച് കമ്പനീസിൻ്റെ ലിസ്റ്റ് കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. എന്ന് മാത്രമല്ല നമ്മുടെ NSE എന്ന് പറഞ്ഞ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൾറെഡി അതിന് വേണ്ടി ഒരു ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നിഫ്റ്റി 500 ശരിയ. അത് നിഫ്റ്റി 500 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് 500 സ്റ്റോക്സ് ആണ്. അതിൽ നിന്ന് ശരിയ കംപ്ലയൻ്റ് ആയിട്ടുള്ള അതായത് ഹലാൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്സിന്റെ ഒരു ഇൻഡെക്സ് ആണ്, ഒരു ലിസ്റ്റ് ആണ് ഈ നിഫ്റ്റി 500 ശരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോക്സ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ കാര്യം ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നിഫ്റ്റി 500 ശരിയ എടുക്കുക. എന്നിട്ട് അതിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് ഏതാണെന്നുള്ള കാര്യം ജസ്റ്റ് ചെക്ക് ചെയ്യുക. ആ സ്റ്റോക്സിൽ ഏത് സ്റ്റോക്സിൽ വേണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം അതൊക്കെ ശരിയ കംപ്ലയൻ്റ് ആണ്, ശരിയ ലോ പ്രകാരം അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഒബ്വിയസ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ടുള്ള ഒപ്പീനിയൻ കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഇസ്ലാമിക് സ്കോളറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോടൊക്കെ ചോദിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോക്സ് വാങ്ങണ്ട, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെയാണ് ഈ സ്റ്റോക്സ് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? അപ്പോൾ അവിടെ വളരെ ലിമിറ്റഡ് ആയിട്ട് ഓപ്ഷൻസ് കറന്റ് ഇന്ത്യയിലുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കേണ്ടത് എത്തിക്കൽ ഫണ്ട്സ് ആണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ശരിയ കംപ്ലയൻ്റ് ആയിട്ടുള്ള ഫണ്ട്സിനെയാണ് നമ്മൾ എത്തിക്കൽ ഫണ്ട്സ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ടോറസ് മ്യൂച്വൽ ഫണ്ട് ഒരു എത്തിക്കൽ ഫണ്ട് ഉണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ട് ഉണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ എത്തിക്കൽ ഫണ്ട്സും ശരിയ കംപ്ലയൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിലും അവരുടെ പ്രസന്റേഷനിലൊക്കെ പോയി നോക്കണം ഇത് ആക്ച്വലി ശരിയ കംപ്ലയൻ്റ് ആയിട്ടുള്ള എത്തിക്കൽ ഫണ്ട് ആണോ എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കറന്റ് ഞാൻ നോക്കിയപ്പോൾ ആകെ ഈ രണ്ട് ഫണ്ട്സ് മാത്രമേ ഉള്ളൂ ശരിയ കംപ്ലയൻ്റ് ഉള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഫണ്ട്സിനെ പറ്റി അറിയെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുകൂടാതെ വേറൊരു ഓപ്ഷൻ ഉള്ളത് നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി 50 ശരിയ. അതായത് നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ടോപ്പ് ഇന്ത്യ 50 കമ്പനീസിലെ ശരിയ കംപ്ലയൻ്റ് ആയിട്ടുള്ള കമ്പനീസ് മാത്രം എടുത്തുണ്ടാക്കിയ ഒരു ഇൻഡെക്സ് ആണ്. അതിന്റെ ETF നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്റ്റോക്സിലെ ഇൻവെസ്റ്റ്മെന്റിൽ ഏതൊക്കെയാണ് ഹലാൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ചോദ്യം വരുന്നത്, നിങ്ങൾ ഗോൾഡിൽ അല്ലെ കോമോഡിറ്റീസിൽ സിൽവർ പോലത്തെ കോമോഡിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ തീർച്ചയായും ഇവിടെ പറ്റും എന്നാണ് അതിന്റെ ഉത്തരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റും കിട്ടുന്നില്ല. ഓബ്വിയസ്ലി നിങ്ങൾ അത് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ലാഭം അഥവാ ക്യാപിറ്റൽ ഗെയിൻസ് ഇസ്ലാമിക് ലോ പ്രകാരം ഹറാമല്ല. സോ ഗോൾഡിൽ അഥവാ ഫിസിക്കൽ ഗോൾഡ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ ട്രിക്കി ഏരിയ വരുന്നത് ഗോൾഡ് ETFസിന്റെ കാര്യത്തിലാണ്. അപ്പോൾ ഗോൾഡ് ETFസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഇസ്ലാമിക് ലോ പ്രകാരമാണോ എന്നുള്ള കാര്യത്തിൽ കുറേ കൺഫ്യൂഷൻസ്, ഓരോ എക്സ്പേർട്സ് ഓരോ രീതിയിലാണ് ഒപ്പീനിയൻ പറയാറ്. അപ്പോൾ ഗോൾഡ് ETFസിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇസ്ലാമിക് സ്കോളറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവിടെ അത് ഹറാമാണോ അല്ലാതാണോ എന്ന് തീരുമാനിക്കേണ്ടി വരും. കാരണം അതിൽ മിക്സ്ഡ് ഒപ്പീനിയൻ ആണുള്ളത്. തീർച്ചയായും പറ്റാത്തൊരു കാര്യമാണ് SGB
ഗവൺമെന്റ് ഫ്ലോട്ട് ചെയ്യുന്ന സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞ സാധനം അത് തീർച്ചയായിട്ടും നമ്മുടെ ശരിയാ കംപ്ലൈന്റ് അല്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻട്രസ്റ്റ് എലമെന്റ് കൂടെ ഉണ്ട്. SGB നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നതിന്റെ പ്രോഫിറ്റ് കിട്ടും. അതുകൂടാതെ എല്ലാ വർഷം 2.5% വരെ ഇൻട്രസ്റ്റും കിട്ടുന്നതായിരിക്കും. ആ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ഹലാൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല. അടുത്തത് റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ലാൻഡ് വാങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങി റെന്റിന് കൊടുക്കുകയാണെങ്കിലും അതൊക്കെ ആക്ച്വലി ഹലാലാണോ? അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ലോൺ എടുക്കാതെയാണ് ഈ ഫ്ലാറ്റ് വാങ്ങുന്നതെങ്കിൽ, നിങ്ങളുടെ സ്വന്തം പൈസ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പൂൾഡ് പൈസ കൊണ്ടാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അത് തീർച്ചയായും ഹലാലാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ അത് റെന്റിന് കൊടുത്തിട്ട് ആ റെന്റിന്റെ ഇൻകം അതും ഹലാലാണ്. അവിടെ ഹറാമായിട്ടൊന്നും വരുന്നില്ല. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഷോപ്പൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ ആ റെന്റിന് നടത്തുന്ന ആൾക്കാർ നടത്തുന്ന ബിസിനസ് അത് ഹറാം സെക്ടേഴ്സിൽ പെടുന്നതാണോ എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാത്ത പക്ഷം അതിൽ നിന്ന് കിട്ടുന്ന റെന്റും പിന്നെ നാളെ നിങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റും അതൊന്നും ഹറാമല്ല. ലാസ്റ്റ് കാര്യം നമുക്ക് നോക്കേണ്ടത് FD RD സേവിങ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഇൻക്ലൂഡിംഗ് ബോൺസ്. ഇതൊന്നും ഹലാലല്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അവിടേക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതുകൂടാതെ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന PPF അതുപോലത്തെ എന്തൊക്കെ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടോ എന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എലമെന്റ് ഹറാമായതുകൊണ്ട് അതൊന്നും ഹലാൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് പെടില്ല. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഹലാൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ടുള്ളത്. ഇതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓരോ തീരുമാനം എടുക്കാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം പോലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. ഞാൻ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും കൂടി ഉപയോഗിച്ച് നിങ്ങളുടെ റിസർച്ചും കൂടി ചെയ്തിട്ട് വേണം ഓരോ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, ശരിയായ ലെവലിൽ ഞാൻ എക്സ്പേർട്ട് അല്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഞാനത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗംഭീര കണ്ടന്റ് നമ്മുടെ ഈ ചാനൽ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.